കേക്കത്തില്ല, വിളിച്ചാലും കേക്കത്തില്ല. എന്താന്നറിയാവോ, ഇന്നലെ ഞാൻ അവിടെ ചെന്ന് ഒരു മാങ്ങ ചോദിച്ചു ചമ്മന്തി അരയ്ക്കാൻ തന്നില്ല. ഇപ്പൊ ഒരു സൈഡ് വേണ്ട ഇത്ര മിങ്ങി മാങ്ങാടെ കൂട്ട് പോവാ. ശരിക്കും കിട്ടിയെന്നല്ലേടി. അല്ലെ തന്നെ എനിക്കിനി എന്തുവാ, പിള്ളേരും ഇല്ല, കെട്ടിയോനും ഇല്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഒറ്റാൻ തടിയാ? നല്ല പിള്ളേരെ എന്റെ വീട്ടിൽ കൊണ്ടാക്കിയേക്കോ. അണ്ണനാന്നുണ്ടെ പണിസ്ഥലത്ത് പോയേക്കോ. ആ വീട്ടിലെ പണിയും തീർന്ന് പാലുകാച്ചും കഴിഞ്ഞേ ഇനി വരുത്തുള്ളതാ പറഞ്ഞേക്കുന്നത്. എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. അവിടുന്ന് എന്തേലും കൊണ്ടുവരും. കഴിഞ്ഞ പ്രാവശ്യം ആണെങ്കിൽ ഒരു കല്യാണ വീട്ടിൽ നിന്ന് എന്റെ ദൈവമേ ഒരു ചെമ്പ് നിറച്ച ആ മുട്ട ബിരിയാണി കൊണ്ടുവന്ന് അത് ചൂടാക്കി ഏറ്റവും അവസാനത്തെ മുട്ട വരെ വിരിഞ്ഞിറങ്ങി. എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. ഓ എന്റെ അമ്മോ, രാവിലെ അടുക്കള ചെരവേടെ പുറത്തിരുന്നതാ. പക്ഷെ പൂച്ചയായിരുന്നു, അതങ്ങ് ഓടിക്കളഞ്ഞിട്ട് നടു തകർന്നിരിക്കുക. ഓ നെഞ്ച് തകരാറായി. ഒരു എന്തൊരു കഷ്ടമാണ്. അണ്ണൻ ഇങ്ങനെ അങ്ങ് അഭിനയിച്ച് കാറ്റാണ് ഞാൻ അങ്ങ് ഇരിക്കാൻ തുടങ്ങിയതേ ഉള്ളായിരുന്നു. തീർന്ന പേസ്റ്റിന്റെ ഡപ്പ പോലായിരുന്നു ഞാൻ. അണ്ണൻ എന്തുവാ പറഞ്ഞത് എന്നോട്? അണ്ണ ഇങ്ങനെ പറഞ്ഞിട്ട് പോയതാ. കഴിഞ്ഞ തിങ്കളാഴ്ച പണിക്ക് പോയപ്പോ എന്നോട് പറഞ്ഞതാ പണി എല്ലാം തീർത്ത് ആ വീട്ടിലെ പാലുകാച്ചും കഴിഞ്ഞിട്ടേ വരുത്തുള്ളത്. അല്ല അണ്ണ ഒന്ന് വന്നെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്നു. അണ്ണ ഞാൻ എത്ര തവണ കഥ കൊട്ടി ഞാൻ കൊട്ടി അപ്പുറത്തെ അമ്പലത്തിന് നട വരെ തുറന്നു. എന്നിട്ട് ഇവള് കഥ തുറന്നില്ല. നീ ഉറക്കബോധത്തിൽ കിടക്കുമല്ലോ, അറിയുന്നില്ലല്ലോ. അണ്ണ എന്റെ പേരങ്ങ് വിളിച്ചാൽ മതിയായിരുന്നു. നിന്നെ ഞാൻ എത്ര വിളിച്ചിട്ട് അണ്ണ എന്നെ കുറ്റം പറയരുത്. അണ്ണ പറഞ്ഞത് പാലുകാച്ചും കഴിഞ്ഞിട്ട് വരുമെന്നില്ലയോ? നിങ്ങൾ ഈ വെളുപ്പക്കാലത്ത് ഇവിടെ വന്ന് കിടന്നുറങ്ങുമെന്ന് ഞാൻ അറിഞ്ഞായിരുന്നോ? അണ്ണല്ലേ ഇന്നല്ലായിരുന്ന പാലുകാച്ച്? അവിടുത്തെ പാലുകാച്ചും കൂച്ചും ഒക്കെ. അണ്ണ പിന്നെന്താ അവിടെ നിൽക്കാഞ്ഞത്? ഇന്നലെ രാത്രി ഞങ്ങൾ അവിടെ തീർത്ത് മഴ ചെയ്തോണ്ടിരിക്കുവായിരുന്നു. പെയിന്റ് അടിച്ച് കഴിഞ്ഞ് ടൈല് ക്ലീൻ ചെയ്തോണ്ടിരിക്കുവായിരുന്നു. രാത്രി അമ്മ അല്ലാണ്ട് പറഞ്ഞാൽ നമുക്ക് ഇതിന് കടങ്കാപ്പി കുടിക്കാന്ന് പറഞ്ഞു. രാത്രി കടങ്കാപ്പി കുടിക്കുന്ന തെറ്റാ തോന്നി പുതിയ വീട്ടിൽ നിന്ന്. കടങ്കാപ്പി അന്നത്ത് കുടിച്ചു കഴിഞ്ഞപ്പോ അവിടുത്തെ അയാൾ വന്നിട്ട് എന്നെ ഇടിച്ചിട്ട് പറയാമോ, ഇന്ന് രാവിലെ 10:30 ശുഭമുഹൂർത്തത്തിൽ പാല് കാച്ചിട്ട് പുതിയ അടുപ്പിൽ നീ രാത്രി 12 മണിക്ക് കടങ്കാപ്പി അനത്തി എന്തിനാണോ അടിക്കുമല്ലേ? നിങ്ങളെ കത്തിക്കണമായിരുന്നു. പിന്നെ തോന്നുമാസം ഒരു വീട്ടിൽ കയറി ചെന്ന് കാണിച്ചു ഒരു മനുഷ്യന്റെ ആയുസിന്റെ ഒരു ബലം കൊണ്ടാ ഒരു വീട് വെക്കുന്നത്. അവിടെ ചെന്ന് ഇങ്ങനത്തെ പരിപാടിയാണ് കാണിക്കുന്നത്. ഞാൻ മാത്രം വിളിച്ചത് നീ കഥ ഉറക്കുന്നത് ഇപ്പൊ ചൂടാകുന്നതിനാണ്. ഒറ്റയ്ക്കായിരുന്നു, എനിക്ക് ഉറക്കം വന്നില്ല. അപ്പൊ ഞാൻ ചെവിക്കകത്ത് ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേട്ടോണ്ട് കിടക്കുമായിരുന്നു ഞാൻ. അപ്പൊ പിള്ളേർ രാവിലെ വന്ന് ആ അപ്പൂപ്പൻ വിളിച്ചോണ്ട് പോയി. അയ്യോ എന്റെ പിള്ളേരെ പിശക്കാരൻ പിടിച്ചോണ്ട് പോയി. എന്റെ അച്ഛൻ, അതായത് പിള്ളേരുടെ അപ്പൂപ്പൻ. ഓ അപ്പൊ പിശക്കാരനല്ല പിടിച്ചു പറിക്കാറ് പറയുന്നത്. പിടിച്ചു പറിക്കാൻ എന്റെ അച്ഛൻ നിങ്ങളുടെ അടുത്ത് എന്തോ പിടിച്ചു പറിച്ചെന്ന് പറ. ഒന്നും പിടിച്ചു പറിച്ചിട്ടില്ലേ? ഇവരുടെ അച്ഛൻ ഇങ്ങോട്ട് വരും. ഞാൻ പുതിയൊരു ഉടുപ്പ് വാങ്ങിച്ചിട്ട് ഉടനെ കയറ്റിട്ട് മോനെ ഞാനങ്ങ് എടുത്തോട്ടെ അതുകൊണ്ട് പിടിച്ചങ്ങ് പറിക്കും. ഞാൻ കളിച്ചൊരു വാച്ച് വാങ്ങിച്ചു. ഉടനെ ഇവർ അച്ഛൻ കണ്ടിട്ട് പറയാം മോനെ ഞാൻ ഈ വാച്ച് എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് അതും പിടിച്ചു പറിക്കും. കഴിഞ്ഞ മാസം ഇവിടെ വന്നു. അപ്പം ഞാൻ പറയാം അച്ഛാ പുഴ കുളിക്കാൻ പോകാന്ന് പറഞ്ഞു. പിന്നെ എന്റെ കൂടെ വന്നു. ഞാൻ അവിടെ പിടിച്ചു പറിക്കാനൊന്നുമില്ലല്ലോ. ഞാൻ അവിടെ ചെന്നപ്പോൾ കുറെ പെണ്ണുങ്ങൾ കുളിച്ചോണ്ടിരിക്കുവായിരുന്നു. ഞാനൊരു പുതിയ തോർത്ത് കണ്ടെടുത്ത് കൊടുക്കുവേ ഇയാളിങ്ങനെ വലിച്ചു പറിച്ചിട്ട് പറഞ്ഞു എനിക്കത് വേണമെന്ന് പറഞ്ഞു. ഞാൻ ശക്തിമാൻ നിന്ന് കറങ്ങുന്ന പോലെ അവിടെ നിന്ന് കറങ്ങി പെണ്ണുങ്ങൾ കുളിച്ചിട്ട് പോകുന്ന പറയാം. അവസാനം ഞാൻ എന്ന് കാണുമായിരുന്നു കോൺ ഐസ്ക്രീം പോലായി ഞാൻ അവിടെ നിന്ന് കറങ്ങിയിട്ട്. അണ്ണനാണ് അവിടെ നിന്ന് കറങ്ങിയത്. സന്ധ്യ കുളിച്ചു കഴിഞ്ഞിട്ട് എന്നോട് ഒന്ന് പറയുമ്പോൾ എവിടെയോ വരണ്ടായിരുന്നു. ശക്തി ഇല്ലാത്തൊരു കൊടുങ്കാറ്റ് അവിടെ നിന്ന് കറങ്ങുന്നുണ്ട്. എന്തോ അണ്ണ വന്നത് വന്ന എണ്ണ ഇച്ചിരി വിറക് കീർത്താണ്ണ. പിന്നെ വാ കീറാനല്ലേ പറഞ്ഞത്, വന്ന് വിറക് കീർത്താനാണ്. എനിക്ക് ഉറക്കം ശരിയായില്ലെന്ന്. ഒന്ന് സഹായിക്കണം. എനിക്ക് കിടന്നുറങ്ങണം. എന്തുവാണ് എടുത്ത് ഒളിപ്പിച്ച്? എന്തുവാണ് എടുത്ത് ഒളിപ്പിച്ച്? എന്തുവാ ഒളിപ്പിച്ചില്ല? ഒളിപ്പിച്ചില്ലല്ലോ. ഞാൻ കണ്ട കണ്ണ എടുത്ത് കാണിച്ചാണ്. എന്തോട് ഒളിപ്പിച്ചല്ല, പിന്നെ ഇതെന്റെ കിടപ്പിന്റെ സ്റ്റൈലായിരുന്നു. ഈ സ്റ്റൈൽ മന്നെ നീ ഇപ്പൊ ഗൾഫിൽ നിൽക്കേണ്ടത്. ഓസക്ക് എന്റെ ആങ്ങളയുടെ കൂടെ അങ്ങ് പോയാൻ ഈ സ്റ്റൈല് കാരണം. കഴിഞ്ഞ ആഴ്ച ഗൾഫിൽ നിന്ന് എന്റെ ആങ്ങളെ തിരിച്ചു പോവായിരുന്നേ. ഇങ്ങനെ അവിടെ കുടിച്ചു വന്ന് ബോധമില്ലാതെ എന്റെ അച്ഛനുമായിട്ട് കിടന്ന് മറിഞ്ഞ് ഇതുപോലെ സ്റ്റൈല് കാണിച്ച് കിടന്നങ്ങ് ഉറങ്ങി. പോവാൻ നേരം ഹാൻഡ് ബാഗ് എന്ന് പറഞ്ഞ് ചെറുക്കൻ തൂക്കിയെടുത്തോണ്ട് പോയേനെ. ഇങ്ങനെ പോണ്ടായിരുന്നു. ഞാൻ ഉണർന്നോണ്ട് കണ്ട് ചൂടുവെള്ളം കുളിക്കാൻ ദേഹം മൊത്തം ഒന്നും വേദനയുണ്ട്. ജൂക്കാലിട്ട് ചൂടുവെള്ളം അവനെന്തോ അണ്ണനെ ആശ്വാസം തരുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. എന്തുവാ? ബേക്കറി പോന്ന അമ്മൂസ് ഇല്ലയോ? അമ്മൂസ്. ബേക്കറി അമ്മൂസ് അല്ലല്ലോ, ബേക്കറി ഇരിക്കുന്നത് സമൂസ ഇല്ലേ? അണ്ണന് വിശക്കുന്നുണ്ടാ? എന്ത് അല്ല ഇമാതിരി സാധനമൊക്കെ പറയുന്നുണ്ട്. അണ്ണ അമ്മൂസ് ഇല്ലയോ? അമ്മൂസ് കേക്ക്. അമ്മൂസും പ്രകാശനും കൂടെ ഭയങ്കര വഴക്കം, മുട്ടം വഴക്കം. അന്നിങ്ങനെ നോക്കട്ടെ, ഞാൻ കാര്യമൊന്നുമല്ല കേട്ടോ. അന്നെന്തോ ഇങ്ങനെ എന്നെ ഒരു അർത്ഥം വെച്ചൊരു നോട്ടം എന്തുവാ? അണ്ണാ 6 മണിയാകുമ്പോ ബേക്കറി പൂട്ടത്തില്ലയോ? അവൾ 6:10 ഇവിടെ വരും. എന്തോ എളുപ്പമല്ലേ വീട്ടിൽ വരുമല്ലോ. 6 മണിയാകുമ്പോ 6:10 വീട്ടിൽ വരുന്നു. അത് എന്തുവാ അവിടുത്തെ ആ ചെറുക്കം കൊണ്ടുവിടുവാന്ന് നമ്മുടെ വീടിന്റെ വാതിക്കല് ബൈക്കില്. അതിനെന്തോടി അവിടുത്തെ ചെറുക്കം കൊണ്ടുവിടുന്ന സഹായിക്കുന്ന ബേക്കറിലെ ചെറുക്കം കൊണ്ടുവിടും. ഒരു തെറ്റുമില്ല. അതെന്തിനാ നമ്മുടെ വാതിക്ക കൊണ്ടുവന്ന് വിടുന്നത്? അവരെ വാതിക്ക കൊണ്ടുവരുന്നത് തിരിക്കാൻ സ്ഥലമില്ല. അവർ അമ്മായിയമ്മയും പ്രകാശനും കാണുമെന്നുള്ള അപ്പൊ അതിനകത്തൊരു കള്ളവില്ലയോ?
അതുണ്ട് അണ്ണ, അതൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ പ്രകാശനോട് പറഞ്ഞേടാ എനിക്ക് ഇതൊക്കെ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. പറഞ്ഞേ ആ ചെറുക്കൻ ആ പെണ്ണിനെ നമ്മുടെ ഗേറ്റിൽ അവിടെ കൊണ്ടുവിടുന്നതിന് നിനക്കെന്താ വേദന? അണ്ണ എത്ര നേരം എന്ന് പറഞ്ഞോണ്ടാണ് അവള് വരുന്നത് നോക്കി അവൻ തിരിച്ചു പോകുന്നത് നോക്കി ഞാൻ ആ മുള്ളിന്റെ ഇടയിൽ ഇരിക്കുന്നത് വീട്ടിൽ വഴക്കുണ്ടാക്കുന്നുണ്ട് സന്തോഷിക്കാതിരിക്കുള്ളൂ. നീ കാര്യം അറിയായിരുന്നു നിങ്ങളുടെ അമ്മാവന് മെഡിക്കൽ കോളേജ് അഡ്മിറ്റാ. ഇപ്പൊ ചാവൂന്നാ ഡോക്ടർ. അങ്ങനെ പറയില്ല, എന്നെ കുറെ നാളെ എടുത്ത് വളർത്തിയതാണ്. ചത്തു എന്ന് പറയും. ഇപ്പൊ അങ്ങനെ പറയരുത്, ഞാൻ എന്തിനാ ചെയ്യുന്നു കേട്ടോ. ഞാൻ എന്റെ മനസ്സ് വിഷമിക്കുന്നുണ്ടോ? ഞാൻ ചുമ്മാ തമാശ പറഞ്ഞു. അങ്ങനെ നീ വിഷമിക്കട്ടെ. അതുകൊണ്ട് വീട്ടിലെ വടക്കേറ്റിട്ട് അവള് കിടന്ന്. ഓ ഞാൻ ഇവിടെ നല്ലാതെ എങ്ങോട്ട് പോകുന്നു? എനിക്ക് ഇതൊക്കെ ഉള്ളു രസം. അല്ല ഇനിയിപ്പോ എവിടോട്ട് പോവാനാ? തൊട്ടിറമ്പി തുടങ്ങിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ബന്ധുക്കാരല്ലേ അടുത്ത് താമസിക്കുന്നത്? പരാജയം അങ്ങനെ ചെറുക്കനെ പറയാം. അല്ല ഒരു കണക്കിന് PR ജയനെ അങ്ങനെ വിളിക്കുന്ന കാരണം അവൻ ജീവിതത്തിൽ അവൻ പരാജയപ്പെട്ടവനെ. അണ്ണാ വെളുപ്പിന് 5 മണിക്ക് തുടങ്ങും, 10 മണിയാകുമ്പോഴേ തീരത്തുള്ളൂ. അപ്പൊ അവിടെ മനസാക്ഷൻ ഉണ്ടോ അവിടുത്തെ സംഭവത്തിന്? അതല്ലെന്ന് ബഹളം എവിടെ കേക്കാ എന്റെ ദൈവമേ. അതുകൊണ്ട് എന്തുവാ ഞാൻ എന്റെ പിള്ളേരെ കൊണ്ടൊന്ന് വീട്ടിലങ്ങ് ആക്കി. എന്തോ തെറുവിളിയാ. ഞാൻ പറഞ്ഞാന്ന് അണ്ണ ഈ ഇട്ടാവട്ടെ നിങ്ങളുടെ ഈ കുടുംബക്കാരുടെ ഈ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരുടെ ഇടയിൽ കൊണ്ടൊന്ന് വീട് വെക്കണം ഞാൻ പറഞ്ഞായിരുന്നു അണ്ണ. ഈ ഇള ചെറുക്കൻ എനിക്ക് തെറിയെല്ലാം കൂടെ കേൾക്കുവാ അങ്ങ്. അവൻ എന്നോട് വല്ലതും ചോദിച്ചാലോ ഞാൻ കൊണ്ടൊന്ന് വീട്ടിലാക്കി. അംഗൻവാടി നേരെ കോളേജിലോട്ട് കൊണ്ടുപോയിട്ട് ചേർക്കണേ. തെറിയൊന്നും പറയത്തില്ല. അണ്ണ കേട്ടിട്ടുണ്ടോ? തെറി പറയത്തില്ല. ചുമച്ചു തുപ്പുന്നത് പോലും തെറിയാ. എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അണ്ണ. എന്തായാലും എന്റെ പിള്ളേരെ എനിക്ക് നല്ലത് വളർത്തും. അവൻ അവിടെ വഴക്കുണ്ടാക്കുന്നത് നീ പോയി പറഞ്ഞ് മനസ്സിലാക്കണം. ആ പെണ്ണോട് പോയി പറഞ്ഞ് മനസ്സിലാക്കണം. മുള പോട്ടെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ എത്ര നേരം ഒന്നും പറഞ്ഞോ അണ്ണ? എനിക്ക് ടൈം പാസിന് എന്തെങ്കിലും വേണ്ടായോ? ഞാൻ ഇല്ലാത്ത കാര്യമൊന്നുമല്ല പറഞ്ഞത്. പാമ്പടി ചേർക്കണം. ചെറുക്കൻ പിള്ളേരുടെ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസം കണ്ടായുള്ളൂ. എന്നെ പറ്റി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. വേണ്ടി പറയാൻ എനിക്കങ്ങ് പണിയില്ലായിരുന്നോ? പണിക്കൊന്നും ഇനി പോകുന്നില്ല. ആർക്ക് വേണ്ടി പണിക്ക് പണിയൊക്കെ നിർത്തിയാൽ നിർത്തിയെന്ന് പറഞ്ഞാൽ നിർത്തി. ഞാൻ പണിക്കിന് പോകും. എന്തിനാ സത്യം പറഞ്ഞ ഈ നാട്ടിലെ ഏറ്റവും നല്ലൊരു പണിക്ക് പോകത്തില്ലേ? ഞാൻ പോകുന്നില്ല. ഞാൻ ഇലക്ട്രിക്കൽ പണി ഞാൻ നിർത്തിയ. എടാ ചെറുക്കൻ നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിക്കാതിരിക്കാൻ ഞങ്ങളുടെ വാഷിംഗ് മെഷീൻ ഒരു ലീക്കിങ്. അപ്പൊ നിന്നെ ഞാൻ പണിയാന്ന് വിളിക്കാനിരിക്കുവായിരുന്നു. പൊന്നു ചേച്ചി വാഷിംഗ് മെഷീൻ ലീക്ക് ആയ കാര്യം എന്നോട് പറയരുതേ. വാഷിംഗ് മെഷീന്റെ പണി ഞാൻ നിർത്തി. കഴിഞ്ഞ ദിവസം വിജയന്റെ വീട്ടിൽ വാഷിംഗ് മെഷീൻ ശരിയാക്കാൻ പോയതാണ്. വിജയനും അപ്പുറത്തെ രാജീവനും തമ്മിൽ ഭയങ്കര ബഹളം ഉണ്ടായത്, അടി ഉണ്ടായത്. അറിഞ്ഞോ നിങ്ങൾ? വിജയന്റെ വീട്ടിൽ നീ വാഷിംഗ് മെഷീൻ ശരിയാക്കാൻ പോലും വിജയനും അവനും കൂടെ അടി ഉണ്ടാക്കുന്നത് എന്തോ ചോദിച്ചാൽ വിജയന്റെ പെണ്ണുമ്പിള്ളിലെ രത്നമ്മ ചേച്ചി ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞേടാ വാഷിംഗ് മെഷീൻ കംപ്ലൈന്റ് അധികം ഒന്ന് വന്ന് നോക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചെന്നപ്പോ അതിന് ചെറിയ അനുകൂലിക്ക് പരിപാടികളേ ഉള്ളൂ. ഞാനത് പെട്ടെന്ന് ശരിയാക്കി കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ചേച്ചി നമുക്കൊന്ന് അലക്കാമെന്ന് പറഞ്ഞു. ഉടനെ ഇവര് തുണിയെല്ലാം കൂടെ വാരി ഇതിനകത്തിട്ട് സ്വിച്ച് ഓൺ ആക്കി വാഷിംഗ് മെഷീൻ കിടന്ന് ഒറ്റ കറക്കം. എന്റെ കഷ്ടകാലത്ത് ഞാൻ ഡോറ് വെക്കാൻ മറന്നുപോയി. മണ്ടയ്ക്കൊന്ന് തുണിയെല്ലാം കൂടെ പൊഴാന്നും പറഞ്ഞു ഒറ്റ തെറിപ്പ്. ഈ തെറിച്ച കൂട്ടത്തിൽ വിജയന്റെ ഒരു അണ്ടർവെയർ ഇവന്റെ പെരയ്ക്കകത്തൂടെ ജനലിനകത്തൂടെ ചെന്ന് അവന്റെ ബെഡ്റൂമിലങ്ങ് വീണു. ഇവൻ തിരിച്ചു വന്നപ്പോഴേ വിജയന്റെ അണ്ടർവെയർ എങ്ങനെ എന്റെ ബെഡ്റൂമിൽ വന്നെന്നും പറഞ്ഞുകൊണ്ട് പെണ്ണുമ്പോളെ കേട്ട് നാളെ കിടി കൂട്ടത്തിൽ വിജയനെ മേടുത്ത് നല്ലപോലെ അങ്ങ് അലക്കിയത്. അതോടുകൂടി നീ പണി നിർത്തി? അതോടുകൂടി ഞാൻ ഇലക്ട്രിക്കൽ പണി നിർത്തി. പുളിശ്ശേരി കൂട്ടി പഴുങ്ങിയടിക്കുന്നോണ്ടാ പുളിക്കുന്നില്ലടാ. ഒന്നും കഴിച്ചില്ല. എങ്ങനെ കഴിക്കും? ഇവിടെ നിറങ്ങട്ടെ ഇങ്ങോട്ട്. അന്നനാളം എടുത്ത് കളഞ്ഞിട്ട് പണിക്കകത്ത് കയറിട്ട് ഞാൻ ദേഹത്തെടുത്ത് പോകുന്നതാ. സമാധാനമില്ല. എന്താ പറഞ്ഞ ഞാൻ നേരത്തെ എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞില്ലായിരുന്നു സമാധാനമില്ല. ഇവിടെ വീട്ടിൽ എപ്പോഴും മഴക്കാന്ന് ഞാൻ പറഞ്ഞില്ല. മൊട്ടരാജേന്ദ്രൻ കുശി പഠിക്കുന്ന കണ്ടോ? മൊട്ടരാജേന്ദ്രൻ നോക്കിക്കേ കണ്ടോ? എനിക്ക് എന്തുവാണോ കുറവ്? അന്നും പറ. ഇത് നിൽക്കുന്ന ഇറക്കം കുറവട്ടല്ല. ആദ്യം അമ്മയിൽ കയറ്റി വെച്ചു കൊടുത്തേക്കുന്നുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്. അണ്ണനെ ചേച്ചി എന്തോ വിളിക്കുന്നത്? ഞാൻ സുധാരണ്ണ വിളിക്കും, പൊന്നേന്ന് വിളിക്കും, ചക്കരേന്ന് വിളിക്കും. അങ്ങനല്ലേ സ്നേഹമുള്ള പെണ്ണുങ്ങൾ അങ്ങനെ വിളിക്കുന്നത്?
പക്ഷെ എന്റെ ഭാര്യ എന്നെ കാർഷിക വിളയായിട്ടാണ് കാണുന്നത്. എന്നെ വിളിക്കുന്നത് കിഴങ്ങ പഴമേ മാങ്ങാത്തൊലിയാന്നൊക്കെ. രാത്രി പേടിച്ചാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. നേരം വെളുക്കും ഇവളെന്നെ കഷ്ണിച്ച് സാമ്പാർ വെച്ചാലൊന്ന് അതെ 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 അത് നിന്റെ തെറ്റാണ്. നിന്റെ തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എപ്പോഴും കല്യാണം കഴിച്ചെന്ന് പറയണ്ടേ. പെണ്ണുമ്പിള്ളയുടെ പാവാട വീട്ടിൽ ഇരുന്നാൽ പോരാ, പണിക്ക് പോകണം. എന്നെ പോലെ ചെറിയ പണി എടുത്തിട്ട് പോലും ഞാൻ നൈറ്റ് വർക്ക് ചെയ്യും. ഞാൻ നൈറ്റ് വർക്കാണ് എൻ്റെ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ. നൈറ്റ് വർക്ക് ചെയ്താൽ നീട്ടണം. വല്ലപ്പോഴും കയറി പറയണം, സ്നേഹം വരും. ഇടയ്ക്ക് ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആസ്വദിച്ച് തീർക്കണം. അതാണ് അതിന്റെ. അപ്പൊ അണ്ണൻ പറയുന്നത് എന്നും പണിക്ക് പോയി കഴിഞ്ഞാൽ ഈ സ്നേഹം കാണുന്നു. അങ്ങനെ വല്ലപ്പോഴും പോയിട്ട് വരുമ്പോഴത്തേനും സ്നേഹം കിട്ടും. അണ്ണ എന്തോ ഈ പറയുന്നത്? അങ്ങനെയാണോ പറഞ്ഞു കൊടുക്കേണ്ടത്? സ്വന്തം ഭാര്യ ആരായാലും കിടങ്ങാന്ന് വിളിച്ച് ആർക്കായാലും വിഷമം വരും. അണ്ണൻ സത്യം പറഞ്ഞാൽ അണ്ണൻ എപ്പോഴും ജോലിക്ക് പോകുന്നത് എനിക്കിഷ്ടമല്ല. അണ്ണൻ എപ്പോഴും ഈ വീട്ടിൽ തിളങ്ങി നിൽക്കാൻ തന്നെ എനിക്കിഷ്ടം. എപ്പോഴും വീട്ടിൽ തിളങ്ങി നിൽക്കാൻ ഞാൻ ഒരു മീറ്റർ ബോക്സ് ആണ്. അല്ല, ഞാൻ പറഞ്ഞതാ. അപ്പൊ അവന് വിഷമം ഉണ്ടെണ്ണ. ആ കൊച്ചു അങ്ങനെ വിളിച്ചാൽ അവന് വിഷമമുണ്ട്. അവന്റെ കണ്ണി നോക്കി എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ചേച്ചി പറഞ്ഞത് കാര്യമുണ്ട്. അതാ ചേച്ചി പറഞ്ഞത് കാര്യമുണ്ട്. എനിക്ക് എന്റെ കണ്ണി കാണിച്ചു തരുമല്ലേ. ഇന്ന് രാവിലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. സംഭവം എന്താ അറിയോ? വിടുന്നേ ചേച്ചി. ചേച്ചി ഇവിടെ ഉദാഹരണത്തിന് പറയുവാന്നേ, ഇതെന്റെ ഭാര്യ സുചിത്രയാ. രാവിലെ അവള് കുളിച്ചിട്ട് ഇങ്ങനെ കുളിമുറി നീ ഇറങ്ങി വരുക, തലക്കെട്ടൊക്കെ കെട്ടിക്കൊണ്ട്. കേട്ടോ ചേച്ചി, കെട്ടിക്ക് തലക്കെട്ട്. അവള് വരുവാന്നേ, അവന്റെ ഓപ്പോസിറ്റ് വാ. ഞാനപ്പം പ്രേമത്തോടെ ചേച്ചി ഇങ്ങനല്ലേ വെച്ചേ. അവള് വെച്ചെന്തോ അറിയാവോ? അയ്യാ. അപ്പൊ ഞാൻ ചോദിച്ചു എന്തുവാണ് ഈ നൊന്തെന്ന്, എന്റെ നഖം കൊണ്ട് നൊന്തെന്ന്. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, ഫോട്ടോ മോളെ സോറി എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ തിരുമ്മി കൊടുത്തു. എന്റെ കൈ ഒറ്റ തട്ടും. ചേച്ചി അത് അങ്ങനെ തട്ടിക്കളയുമോ? എന്തിനാ അങ്ങനെ തട്ടുന്നത്? നമ്മുടെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് നമുക്കൊരു അബദ്ധം പറ്റി, അത് നമ്മളങ്ങ് ക്ഷമിക്കുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ തട്ടിക്കളയേണ്ട ഒരു കാര്യമില്ല. ഞാൻ എന്തിനാണ് തട്ടുന്നത്? അതെന്തിനാണ് തട്ടുന്നത്? നീ വിചാരിച്ച ഞാൻ വെറും പണ്ടനാന്ന് വിചാരിച്ചില്ലടാ. എടാ തെറ്റ് നിന്റെ നിന്റെ ആർക്കാണെങ്കിലും ഇങ്ങനെ കുത്തുമ്പോൾ നോവും. നീ ഇന്നലെ ഇതിന് കുത്താനും എടുക്കാനും പോയത്. ഞാൻ പറഞ്ഞു ജയ, ഞാൻ പറഞ്ഞു കേട്ടോ, ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആസ്വദിച്ച് തീർക്കണം. കാരണം അല്ല എന്നെ പോലെ നൈറ്റ് വർക്ക് എടുക്കണം. മനസ്സിലായോ? മനസ്സിലായി. ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആസ്വദിച്ച് തീർക്കണം. മനസ്സിലായോടാ? മനസ്സിലായി. അണ്ണാ, നമ്മുടെ വീട്ടിൽ മിക്സി, ഫ്രിഡ്ജ്, TV, വാഷിംഗ് മെഷീൻ എല്ലാം ഉണ്ടോ? എന്നിട്ട് കറണ്ട് ബില്ല് എത്ര വരുന്നത്? 1000, കൂടിപ്പോയ 1500 രൂപ. പക്ഷെ ഇവന്റെ വീട്ടിൽ അങ്ങനല്ല. അവരുടെ വീട്ടിൽ ശരിക്കും ഫാൻ പോലും ഇവിടത്തില്ല. അവർ അച്ഛൻ പാള വെച്ചാ വീശുന്നത്. ആ കാറ്റ് കൊണ്ട് ആ ഫാൻ പോലും കറങ്ങുന്നത്. അവിടെ എത്ര വരുന്നതെന്ന് അറിയാമോ? 2000, 2500 രൂപ. അത് പഴയ വീടായിരിക്കും. ഇത് ലീക്കേജ് കാണാം. ലീക്കിന്റെ അല്ല, അത് ലൈനിന്റെ പ്രശ്നമാണ്. ലൈനിന്റെ പ്രശ്നം. ആ ലൈൻ മാറ്റണം കേട്ടോ. അവിടുത്തെ ലൈൻ, ആ ലൈൻ അല്ലെന്ന്, കുത്തിയിട്ടുള്ള വിളി. കുത്തിയിട്ട് വിളിക്കുമല്ലോ, കുത്തിയിട്ട് കറി വെക്കുമല്ലേ? അതല്ല പറഞ്ഞത്. മൊബൈൽ ഉപയോഗം കുത്തിയിട്ട് ചാർജ് ചെയ്തോണ്ടാ ഫോൺ ചെയ്യുന്നത്. ആരാ ഇവിടെ? ഇവന്റെ ഭാര്യ. അണ്ണാ, അങ്ങനെ ഫോൺ കട്ടായി പോകുന്ന മണിക്കൂറോളം ഇങ്ങനെ അങ്ങ് വിളിക്കുമല്ലോ. അപ്പൊ കണക്ഷൻ പോവാതിരിക്കാൻ കുത്തിയിട്ടോണ്ടുള്ള വിളി ഞാൻ എത്ര തവണ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അണ്ണ എന്തോ ഇങ്ങനെ പറയുന്നത്. നമ്മുടെ ചെറുക്കനല്ലേ അണ്ണാ, എന്നായാലും അവളത് അറിയണ്ടായോ? പടക്കവും പൊട്ടിക്കുന്നേ. എന്തുവാ എന്റെ ചതിക്ക് വരണം അവര്. സത്യം പറഞ്ഞാലേ ഇവക്ക് കല്യാണത്തിന് മുമ്പ് ഒരു പ്രേമം ഉണ്ടായിരുന്നു. അവരുടെ വീട്ടുകാരത് മറച്ചു വെച്ചു. ആദ്യ രാത്രിയിലെ അവൾ എന്നോട് പറഞ്ഞു ഈ സംഭവമല്ല. എന്നിട്ട് എന്നോട് പറഞ്ഞു അത് അങ്ങനെ ഒരു സംഭവം ഇല്ല, ഞാൻ പോകത്തില്ലെന്ന്. അത് ഞാൻ വിശ്വസിച്ചു. പക്ഷെ ഇപ്പൊ ചേച്ചി പറഞ്ഞ കറണ്ട് ബില്ലും ഇവിടെ കുത്തിയിട്ടുള്ള വിളിയും എന്നുള്ള പെരുമാറ്റവും കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സംഭവം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ചേച്ചി ഇവിടെ ഇരുന്നോ? ഞാൻ കഴിഞ്ഞ ദിവസം ചന്തയിൽ പോയിട്ട് വരികയാണ്. ചെറുതായിട്ട് എനിക്കൊരു തലവേദന എടുത്തു. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഭാര്യയുടെ മടിയിൽ ഇങ്ങനെ കിടക്കും. കിടക്കുമോ? എന്റെ തല പിടിച്ച് ഒറ്റയടി. ചേച്ചിയാണ് അങ്ങനെ ചെയ്യുമോ? ചേച്ചി തലവേദനയാണോ? ഞാൻ എന്തിനാടാ അങ്ങനെ ചെയ്യുന്നത്? ഒന്നുമില്ലേലും നമ്മുടെ ഭർത്താവില്ലയോ. ഞാൻ എനിക്കാവുന്ന രീതി ഞാൻ പരിശ്രമിക്കും. അങ്ങനല്ലല്ലോടാ, പരിപാലിക്കും. ഞാൻ അങ്ങനെ ചെയ്യും. ഞാൻ തോളേന്ന് തല തട്ടി കളയുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ നിന്ന് ഭർത്താവിനെ ഉപേക്ഷിക്കുന്നതിന് തുല്യവാദം. അത് ഇഷ്ടക്കേടിന്റെ അതൊരു നിഗമനവാദം. ഭർത്താവിനോട് സ്നേഹമുള്ള ഭാര്യ അങ്ങനെ ചെയ്യത്തില്ല. പാടില്ലത് ചെയ്യരുതടാ. പക്ഷെ അവക്കില്ല. നീ ആ തെറ്റുകാരൻ. നിനക്ക് ആ തലവേന ഉണ്ടെന്ന് നിനക്കെത്തി അറിയാൻ പറ്റുന്നത്. നിനക്ക് ചില തലവേന പറഞ്ഞാൽ ബാമ തേച്ചാൽ എന്താ കുഴപ്പം? ഒന്നൊരു കൊച്ചു ബാമിട്ട് വന്നിട്ട് ചാരി കിടന്നപ്പോഴെന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത് ഞാൻ തരുമോ? അവൾ നിന്നോട് തുറന്നു പറഞ്ഞു അവൾക്ക് പ്രേമം ഉണ്ടെന്ന് തുറന്നു പറഞ്ഞായിരുന്നു. നിന്നോടുള്ള വിശ്വാസം കൊണ്ട് ആ കൊച്ചു പറഞ്ഞത്. അതാ പറയാം. ഞാൻ പറഞ്ഞു ജയ, ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആദർശിച്ച് തീർക്കണം. മനസ്സിലായല്ലോ? മനസ്സിലായല്ലോ. നാരങ്ങാമൊഴിയിലെ ഞങ്ങളുടെ കുഞ്ഞമ്മയുടെ മോള്. എന്റെ ദൈവമേ, കല്യാണത്തിന് മുന്നേ ഒരു പ്രണയം ഉണ്ടായിരുന്നേ. അവരത് മറച്ചു വെച്ച് കല്യാണം നടത്തി. ഓ,
മൂന്നിന്റെ അന്ന് അവിടെ ഇറങ്ങിപ്പോയി. ആർക്കാ നഷ്ടം? ആർക്കാ നഷ്ടം? അല്ല, ഞാൻ പറയാനുള്ളത് ഞാൻ പറയും. നീ പണിക്ക് പോകലടാ. പണിക്ക് പോയി നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി തിരിച്ചു വരുമ്പോ അവൾ ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? ചേച്ചി തടയണ്ട, ചേച്ചി തടയണ്ട, ആ, ചേച്ചി തടയണ്ട. അവന് മനസ്സിലായി, അവന് കാര്യം മനസ്സിലായി. തടയണ്ട, ചേച്ചി പറഞ്ഞത് കാര്യമുണ്ടോ? ആ, നിനക്ക് മനസ്സിലായില്ലോടാ. നീ വീട്ടിൽ നിന്ന് പോവരുത്. എനിക്ക് അതേ പറയാനുള്ളൂ. നീ ഒരിക്കലും നീ വീട്ടിൽ നിന്ന് പോവരുത്. ആ, പോത്തില്ല. അതാ ഇത് ഞാൻ തെളിയിച്ചു തരാം. ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി ചൂണ്ടയിടാൻ പോയിണ വരാലിനെ പിടിക്കാൻ 11 മണിയായപ്പോ ഞാൻ എന്റെ ബെഡ്റൂമിലോട്ട് കയറി വന്നപ്പോ പുതപ്പിനടി കിടക്കുവാ. വരാലോ? എന്റെ ഭാര്യ. ഞാൻ അവളോട് പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്യും, ഇതെന്റെ ബെഡ്റൂം. ഉദാഹരണം പറഞ്ഞാല് ഉദാഹരണം കിടക്ക് കിടക്ക് പതുപ്പ് വേണം, പതുപ്പ്. പതുപ്പ് വേണം, പതുപ്പ് വേണം. എന്താ പോച്ചെടുക്ക ഉദാഹരണം കാണിക്കുമ്പോ കറക്റ്റ് കാണിക്കണം. ഞാൻ വരുന്നു, ഇതിനെ കൊണ്ട് വരുന്നു. ആ, എന്റെ ഭാര്യ. ഞാൻ ഇങ്ങനെ കേറിയപ്പം ഇവളെന്നെ ചവിട്ടുവാണ്. ചേച്ചി അന്ന് ചവിട്ടോ, ചേച്ചി അന്ന് ഭർത്താവിനെ ചവിട്ടോ ചേച്ചി. ഞാൻ എന്തിനാ ചവിട്ടുന്നത്? ഞാൻ അങ്ങനെ ചെയ്യുവോ? ഒന്നുമില്ലേലും എന്റെ ഭർത്താവില്ലയോ അങ്ങനെ കടൽ തീരുമാനം അടിക്കുന്ന പോലെ ഒന്നും കാണിക്കുന്നത്. ഭർത്താവിനെ അടിക്കുന്ന ഒരു ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ലല്ലോ. നിന്നേക്കാണ് അത്. ഒരു മനുഷ്യ സ്ത്രീക്ക് ചേർന്നല്ല അത്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചെയ്തത് ദോഷമാണത്. ഇത് എന്താന്ന് വെച്ചാൽ എനിക്ക് അന്നു മൂലം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചേച്ചി. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീക്കറിയാതെ ചേച്ചി അതുകൊണ്ടല്ലേ അതൊന്നും പറയാത്തത്. നീ വിഷമിക്കാതെ. എന്നിട്ട് എന്ത് വരുന്നടാ? എന്നിട്ട് എന്ത് വേണം? എന്നിട്ട് എന്താന്ന് വെച്ചാൽ ഞാൻ അപ്പുറത്ത് ഇറങ്ങി പോന്നു. എന്റെ തലയും പിടിച്ച് 2 അടി അടിച്ചിട്ട് ഞാനും ഇറങ്ങി പോന്നു. അതാ ഞാൻ പറഞ്ഞത്. അവക്ക് എന്നെ ഇഷ്ടമല്ല, അവക്ക് എന്നെ ഇഷ്ടമല്ല. ഞാൻ അതാ പറഞ്ഞത്. എടാ ഞാൻ പറയട്ടെ, ഈടാ ആ കൊച്ചിന്റെ തെറ്റല്ലത്. ആ കൊച്ചു ഉറങ്ങി കിടന്ന് പറഞ്ഞാൽ ശല്യം ചെയ്ത് കഴിഞ്ഞാൽ ദേഷ്യം വരും. അങ്ങനെ ആ കൊച്ചു ചെയ്തേ ഉള്ളൂ. എടാ നിനക്ക് മനസ്സിലാകട്ടാ. എടാ ജീവിതം ഒന്നേ ഉള്ളൂ. അല്ലെങ്കിൽ എന്റെ കൂടെ നൈറ്റ് വർക്കിന് പോകണം. നൈറ്റ് വർക്കിന് ചേച്ചി ഒന്ന് ഉപദേശിക്കാവോളെ. എന്റെ പൊന്നു കുഞ്ഞെ, ഞാനൊരു കാര്യം പറയാം. അണ്ണാ ഇത് പറയുന്നത് ഈ ഭാര്യ സ്വന്തം ഭർത്താവിനെ അടുത്ത് കിടത്തത്തില്ലെന്ന് പറഞ്ഞു. ഇവൻ എന്തോ മനോവിഷമോ അത്. അവൻ ആൾക്കാരുടെ മുഖത്ത് നോക്കാൻ പറ്റുമോ? ഇവൻ ഈ എന്തേലും കടുങ്കൈ ചെയ്താലോ? അല്ല, അങ്ങനെ എന്തേലും ചെയ്താലും എന്തോ പറ്റുമെന്ന് ഞാൻ ഓർക്കുന്നത്. നമ്മുടെ ചെറുക്കനല്ലയോ? ഉദാഹരണം ഇവിടെ കാണിച്ചു തന്നു. കാര്യങ്ങൾ മനസ്സിലാക്കി. നീ അത് പറഞ്ഞ ഞാൻ പെണ്ണെ പറഞ്ഞു. ഞാൻ ചെന്ന് പറയത്തില്ല. അണ്ണനല്ലേ വലിയ ഞാൻ. അണ്ണൻ ചെന്ന് പറ. ഇത് നല്ല ബെഡ്ഷീറ്റാണ്. വേറെ വല്ലതും എടുക്കാം. ഇങ്ങോട്ട് കൊണ്ടു. ഞാൻ പോയി പറഞ്ഞു കൊടുക്കണോ? ശരിയാക്കാൻ പറ്റുമെങ്കിൽ ശരിയാക്കും. ഒരു ജീവിതം രക്ഷപ്പെടുത്തു. ഞാൻ പോയി റെഡി ആക്കിയിട്ട് വരാം. പിന്നെ നീ പോയി കൂടെ താമസിച്ചോണം. വിഷയങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഇവന് കടങ്കൈ ചെയ്യാതെ നോക്കാം. ഞാൻ പോയിട്ട് വരാം. ശരിയാവോ ചേച്ചി? അതോ എന്റെ പേടി. അതിനോട് അമ്മയും കൂടെ രാവിലെ തുടങ്ങിയേക്കുന്നത്. അമ്മക്ക് ഇപ്പൊ ഉടനെ മിക്സി വേണോന്ന്. എന്റെ എവിടുന്ന പൈസ? ചെയ്യോ മിക്സി വേണോ? എന്റെ ദൈവം എന്ന് മുതൽ തുടങ്ങിയ പുതുമാർച്ചയൊക്കെ കല്ലേൽ അരച്ചേ തിന്നത്തുള്ളൂ, ആട്ടുകല്ലേൽ അരച്ചേ ദോശ കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞ ആളങ്ങ് മോഡേണോ ഇല്ലയോ? അയ്യോ, അരച്ച് കറി വെക്കാനല്ല മിക്സി. പിന്നെ എന്റെ ഭാര്യ കിടന്ന് ബഹളം വെക്കുമ്പോഴേ ആ സൗണ്ട് കേൾക്കാതിരിക്കാൻ അമ്മയ്ക്ക് ഓണാക്കി വെക്കാനൊക്കെ ഉണ്ടാ. എന്തോ കുഴപ്പമില്ല. ആ കൊച്ചിനെ എല്ലാം ഓക്കെ ആയി. കുഴപ്പമില്ല. ആണോ? വളരെ എല്ലാം മനസ്സിലായി. അത് മനസ്സിലായി. എന്റെ ജീവിതം രക്ഷിച്ചണ്ണനാകും. ഇനി ജീവിതം ഉണ്ടാക്കിയിട്ട് വരാമേ. ഞാൻ ഒന്ന് കാണിച്ചു. ഞാൻ ഇവിടെ അവൻ കാണിച്ച ഉദാഹരണം അതുപോലെ അവിടെ പോയി കാണിച്ചു. അത്രേ ഉള്ളൂ. മനസ്സിലായോ? മനസ്സിലായി. കാര്യം മനസ്സിലായി. എന്താണ് ഇത്? നിന്റെ ജീവിതം നല്ലതാക്കി തന്ന ഒരു മനുഷ്യൻ നീ എന്തിനാ ഇങ്ങനെ എടുത്ത് അടിക്കുന്നത്? എന്തോ അടിക്കാൻ അയാളോട് ചോദിച്ചു നോക്കും. എന്താ ഇപ്പം കാണിച്ച ഉദാഹരണമല്ല ഞാൻ കാണിച്ചു. എന്നിട്ട് കയ്യിൽ നിന്നിട്ട് ഞാനൊരു ഉദാഹരണം ഇവിടെ കാണിച്ചു. അതിന് അവിടെ നിന്ന് ശരിക്കും കിട്ടിയിട്ടുണ്ട് ഇവന്റെ കയ്യിലെ ഉദാഹരണത്തിന്. ബാക്കി കൊടുക്കാനെ കൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇങ്ങനത്തെ ആളുകളുണ്ടോ ചേച്ചി? ഉണ്ടടാ ഉദാഹരണം. ഈ സുധാകരൻ